ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവം വിശ്വസ്തൻ എന്ന വചനമാണ്. 1 കൊരിന്ത്യർ 1:9 തിരുവചനം അവിടെ പറയുന്നത് അങ്ങനെയാണ്. 1 കൊരിന്ത്യർ 1:9 അവിടെ പറയുന്നത് 9 തിരുവചനം പറയുന്നു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന് എത്ര പേരത് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പലപ്പോഴും അത്രമാത്രം വിശ്വസിക്കാവുന്ന ദൈവമാണോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്, ചില കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല, ഭംഗമില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ പോലെ തന്നെ അവൻ്റെ കാന്തയായ സഭയെയും ആക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടെ യേശു ക്രിസ്തുവിനോട് ഉള്ള പങ്കാളിത്തത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുക. ആ പങ്കാളിത്തത്തിലൂടെയാണ് ആ പങ്കാളിത്തത്തിലേക്ക് വിളിച്ച ആ ദൈവം വിശ്വസ്തൻ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗമില്ല. വായിച്ച സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗം അത് ഓർപ്പിച്ചു. പ്രിയമുള്ളവരെ, ഏതെല്ലാം കാര്യങ്ങളിലാണ് ദൈവം വിശ്വസ്തനായിരിക്കുന്നത്? സർവകാര്യങ്ങളിലും ദൈവം വിശ്വസ്തനാണ്. എന്നാൽ എടുത്ത് പറയത്തക്ക രീതിയിൽ വചനത്തിലൂടെ ചില വാക്യങ്ങൾ നമുക്ക് ഓടിച്ച് ചിന്തിപ്പാനായിട്ട്, അതായത് 89 സങ്കീർത്തനം അതിൻ്റെ 24 വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. സങ്കീർത്തനം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 89 സങ്കീർത്തനം അതിൻ്റെ 21. എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. ഞാൻ അവൻ്റെ വൈരികളെ അവൻ്റെ മുമ്പിൽ തകർക്കും, അവനെ പായിക്കുന്നവരെ സംഹരിക്കും. എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോടുകൂടെ. അവിടെ 24 തിരുവചനത്തിലേക്ക് വരുമ്പോൾ ദാവീദിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെയിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത എപ്പോഴും ഒരു വ്യക്തിയോട് കൂടെയിരിക്കണമെങ്കിൽ, ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളിൽ ഇരിക്കണമെങ്കിൽ, ആ വ്യക്തി ആ ദൈവവുമായുള്ള ബന്ധം എങ്ങനെ ആയിരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും. പലപ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ആ ദൈവത്തോടുള്ള നമ്മുടെ ഇടപെടലിൻ്റെ പ്രത്യേകത മൂലമാണ്. ഇവിടെ ദാവീദിനെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ടും പറയുകയാണ്. അതായത്, എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടിയിരിക്കും. അവിടെ എന്തെല്ലാം സംഭവിച്ചാലും അതിനെയൊക്കെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ദൈവം തന്നോട് കൂടിയിരിക്കും എന്നുള്ളത് മുമ്പേ പറഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഇന്ന് വായിച്ചതായ വേദഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് അവിടെ പറയുന്നു 33 തിരുവചനം തുടങ്ങുമ്പോൾ പറയുകയാണ്, എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവങ്കൽ നിന്ന് നീക്കിക്കളയുകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. അപ്പം നോക്കൂ, ആ സങ്കീർത്തനത്തിൽ തന്നെയാണ് പറയുന്നത്, ദാവീദിനെ കുറിച്ച് പറയുന്നത്. അത് എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. ഇവിടെ എടുത്തെടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മെ ഒന്നോടെ ഊട്ടി ഉറപ്പിക്കുകയാണ് തിരുവചനത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇതെന്തിനാണ് ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ വീണ്ടും പറയണേ എന്ന് വിചാരിക്കേണ്ട. പ്രിയമുള്ളവരെ, അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന പ്രത്യേകത ദൈവജനത്തെ സംരക്ഷിക്കുന്നതിൽ, അതായത് ദൈവം വിശ്വസ്തനാണ്. എല്ലാ സംരക്ഷണവും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള
യുദ്ധത്തിലുള്ള സംരക്ഷണം പോലെയല്ല ഈ സംരക്ഷണം. അതൊക്കെ സംരക്ഷണം ചിലപ്പോൾ കൈവിട്ട് പോയത് തന്നെ. ഈ സംരക്ഷണം എന്ന് പറയുന്നത് കൈവിട്ട് പോകുന്ന സംരക്ഷണമല്ല, അതായത് ഉറപ്പുള്ള സംരക്ഷണമാണ്. ഈ ഉറപ്പുള്ള സംരക്ഷണത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുകയാണ്. അവിടെ അതാണ് പറയുന്നത്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോൾ നമ്മളെ ആ കൂട്ടായ്മയിലേക്ക് എത്തിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഇവിടെ നമുക്ക് മറ്റെന്ത് കാര്യത്തിലാണ് വിശ്വസ്തത? രണ്ടാമത്തെ കാര്യം ഒന്ന് ഓർക്കാം. 1 കൊരിന്തി അതിൻ്റെ 10-13 തിരുവചനത്തിൽ വരുമ്പോൾ അവിടെ പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ, അതായത് പോക്കുവഴിയും അവൻ പോക്കുവഴിയും ഉണ്ടാകും. അപ്പോൾ പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാകും. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല ബൈബിൾ പറയുന്നത്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല, രോഗങ്ങൾ വരില്ല എന്നല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, മറിച്ച് അതൊക്കെയും കടന്നു വരുമ്പോൾ ആ പരീക്ഷയോട് കൂടെ തന്നെ പോകുമ്പഴിയും ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. നമ്മൾ വളരെ പ്രതികൂലാവസ്ഥയിൽ, വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത്, അങ്ങ് കടുത്ത അവസ്ഥയിൽ നമ്മൾ നിരാശപ്പെട്ട് അതിൻ്റെ പരമാവധി ആ അറ്റത്തേക്ക് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ദൈവം അതിനൊരു പോംവഴി കാണിച്ചു തരുന്നത്. പലപ്പോഴും നമ്മൾക്ക് ഇതൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. തിരുവചനങ്ങൾ ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും ഇത് ഒരു അനുഭവത്തിലൂടെ കടന്നു പോയില്ലെങ്കിൽ, നമുക്കങ്ങനെ ചിന്തിക്കാൻ പുറകോട്ട് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ, അങ്ങനെയായിരുന്നു അതങ്ങനെ കടന്നു വന്നത് അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചത് എന്ന് ഓർക്കുവാൻ ആ വചനവുമായുള്ള ബന്ധത്തിൽ വേണം നമ്മൾ കാണുവാൻ. അപ്പോൾ ഇതൊക്കെയും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. അവിടെ പരീക്ഷകൾ കടന്നു വരില്ലെന്നല്ല, ആ പരീക്ഷയോട് കൂടെ വഴിയും ഉണ്ടാക്കുന്ന ദൈവം അത് വിശ്വസ്തനാണ് എന്ന് പറയുകയാണ്. അതിൻ്റെ 12 തിരുവചനത്തിൽ വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം ഓർക്കുക. 10:12 ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ അഹങ്കരിച്ചു പോകരുത്, വീണു പോകാൻ ഇടയായിത്തീരും. പലപ്പോഴും ആത്മീയരിൽ തന്നെ കണ്ടുവരുന്ന ഒരു വിഭാഗം ആളുകളിൽ കണ്ടുവരുന്നത് കുറച്ചൊക്കെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആത്മീയമായ ഭയങ്കര നികളമാണ്. എല്ലാം അറിയാമെന്നുള്ള മട്ടിലാണ്, ദൈവത്തിൻ്റെ അപ്പുറത്തേക്കും അറിയാമെന്നുള്ള മട്ടിലാണ്. എന്തൊക്കെയാ കാട്ടിക്കൂട്ടണേന്ന് അറിയില്ല. പ്രിയമുള്ളവർ, ഒരു കാര്യം സത്യമാണ്, അത് വീണു പോകാൻ എളുപ്പമാണ്. അതായത് നമ്മൾക്ക് എത്ര കണ്ട് ആ ദൈവത്തിൽ വിശ്വസ്തയും താഴ്മയും ഉണ്ടായിരിക്കുന്നു, അതുപോലെ ഇരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള പരീക്ഷകൾ കടന്നു വരുമ്പോൾ ആ പരീക്ഷയോടുകൂടെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന്, ചിലപ്പോൾ ഒരു രോഗം വന്നെന്ന് കൂട്ടുക, അത് അതികഠിനമായ ചില രോഗങ്ങൾക്ക് വേദന ഉണ്ടായില്ലെങ്കിലും ചില രോഗങ്ങൾക്ക് അതികഠിനമായ വേദന ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. അതികഠിനമായ വേദന ഉണ്ടാകുന്ന രോഗങ്ങൾ കടന്നു വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആ അതികഠിനമായ വേദനയിലൂടെ തന്നെ പോകുമ്പഴി ഉണ്ടാക്കുന്ന ഒരു ദൈവമാണ് ഈ തിരുവചനം. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും എന്നറിയില്ല. നമ്മളുടെ വേദന നമുക്ക് മാത്രം അറിയുന്നതാണ്, മറ്റൊരാൾക്ക് അത് അറിയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ അനുഭവിക്കുന്ന വേദനയിലൂടെ തന്നെ, ആ കഷ്ടപ്പാടിലൂടെ തന്നെ നമുക്ക് ഒരു പോംവഴി ഉണ്ടാക്കിത്തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസ്തനാണ്. ഇവിടെയും അത് കഴിയേണ്ടതിന് അത് പരീക്ഷയോടുകൂടെ അവൻ പോംവഴിയും ഉണ്ടാക്കും. ദൈവം വിശ്വസ്തൻ എന്ന് തന്നെയാണ് പറയുന്നത്. അത് മൂന്നാമതായിട്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അകപ്പെടാതിരിപ്പാൻ, അതായത് ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്നു. 2 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2 തെസ്സലോനി അതിൻ്റെ 3 തിരുവചനം അത് വായിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കുക. 2 തെസ്സലോനി 3:3 പറയുന്നു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പോൾ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നാം പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ
പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതരാണെന്ന് വിചാരിക്കരുത്. നമുക്ക് ചുറ്റിലും അത് പൈശാചികമായ ശക്തികളുടെ ഉറവിടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും എന്തുകൊണ്ട് നമ്മളിലേക്ക് അത് കടന്നു വരാതിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം സംഭവങ്ങളുണ്ടാകുന്നു. ഒറ്റയ്ക്ക് നേരെ ബസ്സിന് പോകാൻ പറ്റുമോ? ഒറ്റയ്ക്ക് നേരെ നടന്നു പോകാൻ പറ്റുമോ? അത് ചെറിയ കുട്ടികൾക്ക് പോലും നടന്നു പോകാൻ പറ്റുമോ? പറ്റില്ലാത്ത ഒരു കാലഘട്ടവും അങ്ങനെ, അതായത് വളരെ തോന്നിവാസത്തിലൂടെ ജീവിതം കടന്നു പോകുന്ന ഒരു യുഗത്തിലുമാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അവിടെ ഒക്കെയും നമുക്ക് കാവൽ ചെയ്യുവാൻ, അത് അതിൻ്റെ 3:3 പറയുകയാണ്, അത് കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം സൂക്ഷിക്കും. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. പൗലോസ് അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മുമ്പിലത്തെ വചനം പറഞ്ഞു നോക്കൂ. 2-ാം വചനം, വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പൗലോസ് തന്നെ പറയുന്നു, ദുഷ്ടന്മാരായ ആ കൊടും ഭീകരരായ ആളുകൾ, ഇപ്പോഴത്തെ ഭീകരവാദികളുടെ മാതിരിയുള്ള ആളുകൾ ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിലകപ്പെടാതെ വണ്ണം അത് കാത്തു സൂക്ഷിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ പറയാണ്, 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുമ്പോൾ, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും അതിലുണ്ട്. അതങ്ങനെ പറയുമ്പോൾ തന്നെ സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു സുവിശേഷത്തിൻ്റെ. അപ്പോൾ തന്നെ അവിടെ പറയുന്ന വാക്കിതാണ്, എതിരാളികളും അതിലുണ്ട്. അപ്പം നോക്കണേ, അപ്പോൾ ആ കാര്യത്തിലുള്ള പ്രത്യേകത പൗലോസ് പറയുമ്പോഴുള്ള പ്രത്യേകത ആ അനുഭവത്തോടുകൂടി പറയുകയാണ്. അവിടെ പ്രാർത്ഥിക്കാൻ പറയണു. എന്നിട്ടാണ് പറയുന്നത്, വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഈ വിശ്വാസം എല്ലാവർക്കും ഇല്ല. വിശ്വാസം ചിലപ്പോൾ ഉണ്ടായാൽ പോലും എന്തില്ല? വിശ്വസ്തതയില്ല. വിശ്വാസം വേറെ, വിശ്വസ്തത വേറെ. വിശ്വാസം എന്ന് പറയുമ്പോൾ പൊതുവെ ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ വിശ്വസിച്ച് വന്നവരാണ് നമ്മൾ. പക്ഷേ ഒരു കാര്യം, വിശ്വസ്തതയ്ക്ക് നമ്മൾ എത്രമാത്രം മുൻപന്തിയിൽ നിൽക്കുന്നു, ആ വിശ്വസ്തത നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ 1 തെസ്സലോനിക്കർ 5:23-24 വേദഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയും പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അവിടെയും പറയുന്ന ഈ വിശ്വസ്തതയെക്കുറിച്ച് പറയുന്നു. അവിടെ 23-ാം തിരുവചനം പറയുകയാണ്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി കാണാൻ വെളിപ്പെടും തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് 24-ാം തിരുവചനം പറയുകയാണ്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവനത് നിവർത്തിക്കും. അപ്പോൾ നിങ്ങളെ വിളിച്ചവന് വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് 4-മതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, അത് അവിടെ ഒരു ബാലശിക്ഷ നടത്തുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. എന്തിനാ ബാലശിക്ഷ നടത്തണം അല്ലേ? എന്തിനാ അപ്പോൾ എന്നെ തല്ലിയിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ പോലെ ആ ബാലശിക്ഷ നടത്തുന്നതിൽ ദൈവം വിശ്വസ്തനായിരിക്കുന്നു. 119-ാം സങ്കീർത്തനത്തിൽ 75-ാമത്തെ തിരുവചനം ഒന്ന് നോക്കുക. 119-ാം സങ്കീർത്തനം 75-ാമത്തെ തിരുവചനം. അവിടെ പറയുന്നത് ഇതാണ്, യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവ എന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. താഴ്ത്തുക, മുമ്പുണ്ടായിരുന്ന പ്രതാപത്തിൽ നിന്ന്, മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് താഴ്ത്തുക, അത് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തതയാണ്. നമ്മളെ ഒന്ന് ചിലപ്പോൾ താഴ്ത്തിന്ന് വരും, ചില കാര്യങ്ങളിൽ നമ്മളെ ഒന്ന് താഴേക്ക് ഇറക്കിന്ന് വരും. അപ്പോൾ അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് എന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അടുത്തതായിട്ട് നമുക്കൊരു ഭാഗം കൂടി ചിന്തിക്കാം. വിശ്വാസിയുടെ പാപം ക്ഷമിച്ച് നൽകുന്നതിൽ പലപ്പോഴും അങ്ങനെയൊരു സംഭവമുണ്ട്. അപ്പം നമ്മളെ താഴ്ത്തുന്നു. അതുപോലെ എബ്രായലേഖനം പഠിക്കുമ്പോൾ അതിൻ്റെ 12-ാം തിരുവചനം എടുക്കുമ്പോൾ അവിടെ പറയുന്നതായ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. എബ്രായലേഖനം 12:6 പാപത്തോട് 4 മുതൽ വായിക്കുമ്പോൾ, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ
പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? അപ്പോൾ ഒരു ബാലശിക്ഷയിലൂടെ നടത്തുന്ന ദൈവമാണ്. ആ ബാലശിക്ഷ കടന്നു വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് ബാലശിക്ഷ കിട്ടുന്നത്. നമ്മളെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? നമ്മൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? അവർ നന്നാവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ദൈവമക്കളായ നമ്മൾ മുതിർന്നവരായാലും ചെറിയവരായാലും ശിക്ഷിക്കുന്നത് നമ്മുടെ നന്മയ്ക്കായി തീരാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ഭാഗം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ പാപം ക്ഷമിച്ച് കിട്ടുന്ന അതിൽ ദൈവം വിശ്വസ്തനാണ്. പലപ്പോഴും യോഹന്നാൻ എഴുതിയ അത് പല രീതിയിലും ആൾക്കാർ കാണുന്നുണ്ട്. ഉൾക്കാഴ്ചകളൊക്കെ തെറ്റാണെങ്കിലും അത് അവിടെ പറയുന്ന കാര്യം ഇതാണ്. യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 2:1 പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് എഴുതിയിരിക്കുന്നു. ആദ്യം പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് എഴുതുന്നു, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ത് കാര്യസ്ഥൻ, അത് നമ്മുടെ പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. എന്നിട്ട് പറയാണ്, അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. നോക്കണേ, അപ്പം നമ്മളുടെ പാവങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തം ദൈവമക്കളോടാണ് പറയണേ. അപ്പോൾ ദൈവമക്കളുടെ പാവമില്ല അല്ലെങ്കിൽ പാവം ചെയ്യില്ല എന്നല്ല, പാവം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? സാധാരണഗതിയിൽ എന്ത് മനസ്സിലാക്കണം? ആദ്യം പറയുന്നത് ഇതാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്നിട്ട് പറയുന്നു, അതായത് ആരെങ്കിലും പാപം ചെയ്താലോ നീതിമാനായ. അപ്പോൾ ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് ആദ്യം പ്രബോധനം നൽകിയിട്ട് എങ്ങാനും അബദ്ധവശാൽ ഒരു പാപത്തിലകപ്പെടുവാനോ എന്തെങ്കിലും പെട്ടുപോയാൽ അല്ലെങ്കിൽ അങ്ങനെ വന്നുപോയാൽ നിങ്ങളതിൽ വിഷമിച്ചാൽ താളടിയായി പോകേണ്ട ആവശ്യമില്ല. നീതിമാനായ യേശു ക്രിസ്തു നമുക്കുണ്ട്. നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു എന്ന് നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെ എന്ന് പറയുക. പ്രിയമുള്ളവരെ, അപ്പോൾ പാവം മോചിച്ച് തരുന്നതിൽ, ക്ഷമിച്ചു തരുന്നതിൽ, ഇവിടെ മോചനമല്ല, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്ഷമിച്ചു തരികയാണ്. അതായത് നമ്മൾ ചെയ്ത കുറ്റം അത് നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവം ആ കുറ്റത്തെ ക്ഷമിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ വരുമ്പോൾ ഓരോ ഭാഗം കൂടി ഞാൻ വായിച്ച് ശ്രദ്ധയിൽ വരുത്താൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 143:1 നമുക്ക് പ്രാർത്ഥനയിൽ മറുപടി നൽകുന്ന ദൈവമാണ്. 143:1 യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനയ്ക്ക് ചെവി തരയണമേ. നിൻ്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. അപ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ പ്രാർത്ഥന ഇതാണ്, നിൻ്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണം. ഞാൻ അപ്പോൾ എന്താണ്? എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ക്കണം, എൻ്റെ പ്രാർത്ഥന കേൾക്കണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തിരിച്ചിരിക്കരുത്. അത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ പ്രാർത്ഥന കേട്ട് അതിന് മറുപടി നൽകുവാൻ, ആ മറുപടി ലഭിക്കുവാൻ, അത് ഇടയായിത്തീരേണ്ടതിന് യാചിക്കുന്ന ഭാഗമാണ് കാണുന്നത്. അവിടെ ആ വിശ്വസ്തത എടുത്ത് പറയുകയാണ്. ആകയാൽ പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കുക, അതായത് ഇത്രയും കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. 2 തീമോത്തി അതിൻ്റെ 2:13 വരുമ്പോൾ അവിടെ പറയുന്നതും കൂടി ഒന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. 2 തീമോത്തി 2:13 ആരെങ്കിലും കിട്ടിയ ഒന്ന് വായിക്കാം. കിട്ടിയില്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് വായിക്കാം കേട്ടോ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തരായി പാർക്കുന്നു. അപ്പോൾ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ എന്താണ്? വിശ്വസ്തനായിരിക്കുന്നു എന്നാണ്. ദൈവം വിശ്വസ്തനാണ്.
ദൈവം എല്ലാ കാര്യത്തിലും വിശ്വസ്തനാണ്. ദൈവം നടത്തുന്ന നമ്മെ നയിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനാണ്. നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ അവിടെയും അതിനെ പരിപാലിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനാണ്. ദൈവം എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കുമ്പോൾ നമ്മൾ അവിശ്വസ്തരായിത്തീർന്നാലും ദൈവം വിശ്വസ്തനാണെങ്കിൽ നമ്മൾക്ക് അവിശ്വസ്തത കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വിശ്വസ്തരായിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നമുക്ക് വിശ്വാസമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, പലപ്പോഴും നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവം ഇന്നത് നമ്മൾ ഒരു പലവട്ടം ചോദിച്ച കാര്യമായിരിക്കും, പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വിശ്വസ്തത നഷ്ടപ്പെടുകയാണ്. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അത് ആ വിശ്വസ്തതയിൽ നിൽക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അത് ലഭിച്ചു എന്ന് വേണം കരുതാൻ, അത് അങ്ങനെ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, വിശ്വസ്തരായിരുന്ന വ്യക്തികളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ആ വിശ്വസ്തരായിരുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ യോബ് വിശ്വസ്തനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. നോക്കുക, മോശ വിശ്വസ്തനായിരുന്നു. എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ അവിടെ 3:2 ഓർപ്പിക്കാം. 3:2 എബ്രായ ലേഖനം 3:2 അവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം. ദൈവഭവനത്തിൽ 2 പറയുന്നു, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ആര് വിശ്വസ്തനായിരുന്നതുപോലെ? ആരാണ്? മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ. എപ്പോൾ എത്ര പേരായി? മോശ വിശ്വസ്തനായിരുന്നു, യേശു ക്രിസ്തു വിശ്വസ്തനായിരുന്നു, അപ്പോസ്തലനായ പൗലോസ് വിശ്വസ്തനായിരുന്നു. ഇങ്ങനെ നമ്മൾക്ക് വിശ്വസ്തതയിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. പോത്തിഫറിൻ്റെ ഭവനത്തിൽ ഔസേപ്പ് വിശ്വസ്തനായിരുന്നതുപോലെ, പോത്തിഫറിൻ്റെ ഭവനത്തിൽ ഔസേപ്പ് വിശ്വസ്തനായിരുന്നതിനെപ്പറ്റി ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പ്രിയമുള്ളവരെ, ആ വിശ്വസ്തതയാണ് നമുക്ക് വേണ്ടത്. അവിടെ തൻ്റെ വീട്ടിലുള്ള എല്ലാ ഗ്രഹകാര്യങ്ങളിലും എല്ലാത്തിനും വിശ്വസ്തനായി ഇരുന്നതുപോലെ. നോക്കുക, ഹിസ്കിയ രാജാവ് അത് രാജഭരണത്തിൽ വിശ്വസ്തനായി ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നത് പോലെ. അതായത് 38 അധ്യായം 3 തിരുവചനത്തിൽ ഹിസ്കിയാവ് പറയുന്നത് എന്താണ്? അയ്യോ യഹോവേ, തിരുമുമ്പിൽ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ഇരുന്നു എന്നാണല്ലോ പറയുന്നത്. എങ്കിൽ ആ വിശ്വസ്തയോടെ ഇരിപ്പാൻ നമുക്ക് കഴിയുമോ? നോക്കുക, അങ്ങനെ ഒരുപാട് ഭക്തന്മാർ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ യോസേപ്പിനെ പോലെ നമുക്ക് വിശ്വസ്തരാവാൻ കഴിയുന്നുണ്ടോ? ഹിസ്കിയാവിനെ പോലെ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ കഴിയുന്നുണ്ടോ? മോശയെ പോലെ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ പല ഭക്തന്മാരും വിശ്വസ്തരായിരുന്നാൽ നമ്മൾ ബൈബിളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ആളുകളെയും ചിന്തിക്കുമ്പോൾ അവർ ആ നല്ല തികഞ്ഞ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിലായിരുന്നു. അങ്ങനെ അപ്രകാരം അവരുടെ ജീവിതം അങ്ങനെ അഭയപ്പെടുത്തി കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. നമ്മൾക്ക് എത്ര പേർക്ക് നമ്മൾ അത് അല്പം ചെറിയൊരു സംഭവം കേൾക്കുമ്പോഴേക്കും ഇതാകുന്ന ആളുകളാണ്. എങ്ങനെ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ കഴിയുന്നത്? പലപ്പോഴും നമ്മളുടെ വിശ്വസ്തത അതാണ് പറയുന്നത്. നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന നിങ്ങളെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ വിശ്വസ്തയോടുകൂടി ഇരുപ്പാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഏതെല്ലാം കാര്യത്തിൽ വിശ്വസ്തയോടെ ആയിരിക്കാൻ കഴിയണം? ദൈവസന്നിധിയിൽ പരിപൂർണമായി വിശ്വസ്തയോടെ ഇരിക്കാൻ കഴിയണമെങ്കിൽ ചെറിയ ഒരു കടുകുമണിയുടെ കാര്യത്തിൽ ആണെങ്കിൽ പോലും നമ്മൾ നുണ പറയേണ്ട ആവശ്യമില്ല. നുണ എന്ന വാക്ക് നമ്മുടെ വായിൽ വരുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ നമ്മെ തെറ്റിക്കളിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പിശാച് എപ്പോഴും നമ്മെ ദൈവഭാഗത്ത് നിന്നും അകറ്റുവാൻ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിച്ചിഴക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആ ഒരു പെരുവെറുക്കുമ്പോൾ നമുക്കത് നിസാരമായി തോന്നുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ പെരുവെറുപ്പ് പിശാച് നൽകുന്നതാണ്, പിശാച് കൊണ്ടുവരുന്നതാണ്. അത് ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് തുടക്കം മാത്രമായിരിക്കാം. അതിൻ്റെ അന്ത്യമോ അതിൻ്റെ പരിണിത ഫലം എന്താണ്? വലിയ വിനാശമായ വഴക്കിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എത്രമാത്രം നമുക്ക് വിശ്വസ്തയോടെ ആയിരിക്കാൻ കഴിയും? മറ്റുള്ളവരുടെ ആ എല്ലാ കുറവുകളും കുറ്റങ്ങളും നോക്കി അല്ലെങ്കിൽ നമ്മളുടെ കുറവിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കുറ്റത്തിലേക്കോ നോക്കുവാൻ കഴിയാതെ
കഴിയാതെ പോകുന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാരണം. നമ്മുടെ കുറവുകൾ നോക്കി അത് എത്താനുള്ള സമയം നമുക്കില്ല. അപ്പോഴോ മറ്റുള്ളവരുടെ കുറവ് നോക്കി മറ്റുള്ളവരോട് പറയലാണ് നമ്മുടെ പരിപാടി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഇതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൽ അത് ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ദൈവം വിശ്വസ്തനാണ്. ഇനി ഒരു വിഷയം എന്നല്ല, എല്ലാ വിഷയങ്ങൾക്കും വിശ്വസ്തനാണ്. ഞാൻ 4-5 കാര്യം ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിശ്വസ്തരായി ഇരുന്ന മനുഷ്യരെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കത് കഴിയും എന്നുള്ളത് തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് വിശ്വസ്തരായിരുന്ന വ്യക്തികളെ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. നമ്മൾക്കത് കഴിയാതെ പോകുന്ന ഒന്നായിട്ട് കാണരുത്. മോശ ആരായിരുന്നു? നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. അത് യോസേഫ് ആരായിരുന്നു? നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. ഹിസ്കിയാവ് ആരായിരുന്നു? നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് വിശ്വസ്തനായി ഇരിപ്പാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കട്ടെ. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനാണ്. അവിശ്വസ്തനായ ദൈവത്തെ മുറുകെ പറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. തുടർന്നുള്ള നാളുകളിൽ തെറ്റുപറ്റിയെങ്കിൽ അത് യോഹന്നാനിൽ പറഞ്ഞതുപോലെ, അത് കർത്താവേ, ഇന്ന കാര്യത്തിൽ ഞാൻ കുറവുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിൽ തെറ്റിപ്പോയിരിക്കുന്നു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അവിടുന്ന് ക്ഷമിച്ചു തരാൻ ബാധ്യസ്ഥനായിട്ടാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. ഇനി അല്ല തിരിച്ച് കിട്ടില്ല, അല്ലെങ്കിൽ ക്ഷമിച്ച് കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ വചനം വെറുതെ പറയുന്നതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്നോട് പറയുകയല്ല കേട്ടോ, എന്നോടൊന്ന് പറയുകയും വേണ്ട. കാരണം എനിക്കത് ഇഷ്ടമല്ലാത്ത ഒരു സംഭവമാണ്. അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഒരു കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറച്ചിൽ നേരെ ഡയറക്റ്റായിട്ട് ദൈവം കേൾക്കുന്നു, പുത്രൻ കേൾക്കുന്നു, പുത്രൻ അതിന് പരിഹാരം വരുത്തുന്നു, അവിടെ തീരുന്നു വിഷയം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ വിശ്വസ്തരായിരിക്കാൻ നമുക്കിടയായി തീരട്ടെ. ദൈവനാമം മാത്രം പെരുമാറാണ്.